പ്രിയ സുഹൃത്തെ, ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സ്വപ്നങ്ങളുമായി കുവൈറ്റിലേക്ക് ചേക്കേറിയ വ്യക്തിയാണ് ജോസിച്ചൻ. ആ സമയത്ത് ജോസിച്ചന് 5 വയസ്സുള്ള ഒരു മകനും 3 വയസ്സുള്ള ഒരു മകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് ഏറ്റവും മികച്ചത് നൽകാൻ വേണ്ടി ശ്രദ്ധാലുവായിരുന്ന ജോസിച്ചനോട് ഇടയ്ക്കെല്ലാം അദ്ദേഹത്തിൻ്റെ വൈഫ് ചോദിക്കുമായിരുന്നു, മക്കൾക്ക് വേണ്ടി മാത്രം നമ്മളിങ്ങനെ കരുതി കൂട്ടിയാകുക, നമുക്ക് വേണ്ടി എന്തെങ്കിലും വേണ്ട. ആ സമയത്ത് ജോസിച്ചൻ വൈഫിനോട്, ഭാര്യയോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അവർക്ക് നമ്മൾ ഏറ്റവും മികച്ചത് നൽകി കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി, നമ്മുടെ വാർദ്ധക്യകാലം അവർ നമ്മളെ നോക്കിക്കൊള്ളും എന്നാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ജോസിച്ചൻ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി അവർക്ക് ഏറ്റവും മികച്ച ജോലി നേടാനും സാധിച്ചു. ഇപ്പോൾ ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ജോസിച്ചന് ലഭിച്ച ഗ്രാറ്റുവിറ്റി എമൗണ്ട് എല്ലാം കൂട്ടി 2 പേരുടെ വിവാഹം വളരെ ആഡംബരമായി നടത്തി. ഇപ്പോൾ നിലവിൽ ജോസിച്ചൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 60 വയസ്സാണ്. മക്കൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന സമ്പാദ്യം മൊത്തം ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ ജോസിച്ചൻ്റെ പക്കൽ പണമൊന്നുമില്ല. ഏതിനും മക്കളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ജോസിച്ചന് മക്കളായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ പോലും ഇത്ര നാൾ അങ്ങോട്ട് കൊടുത്തു മാത്രം ശീലിച്ച ജോസിച്ചന് എന്തിനും മക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ അലട്ടുന്നുണ്ട്. ഇത് ജോസിച്ചന് മാത്രം അവസ്ഥയല്ല, മക്കൾക്ക് വേണ്ടി സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച് വാർദ്ധക്യത്തിലേക്ക് കടന്ന ഒരു മിക്കവരുടെ അവസ്ഥയാണ്. ശരിക്കും ജോസിച്ചൻ ഇവിടെ ഭാഗ്യവാനാണ്. കാരണം ജോസിച്ചൻ പണം ചോദിച്ചാൽ മക്കൾ പണം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ പണം ചോദിച്ചിട്ട് പോലും ലഭിക്കാത്ത എത്രയോ മാതാപിതാക്കൾ നമ്മൾ ഈ ചുറ്റുവട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പല വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ മറ്റ് ഏത് ഫിനാൻഷ്യൽ ഗോൾ പ്ലാൻ ചെയ്തില്ലെങ്കിലും റിട്ടയർമെൻറ്റ് എന്നത് മസ്റ്റായിട്ട് പ്ലാൻ ചെയ്യേണ്ട ഒരു ഫിനാൻഷ്യൽ ഗോൾ തന്നെയാണ്. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റ് ഗോളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റ് എന്തുകൊണ്ട് പ്ലാൻ ചെയ്യണം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളെക്കുറിച്ചാണ്. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ താങ്കളെല്ലാം സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റിട്ടയർമെൻറ്റിനെ മറ്റ് ഗോളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ റെലവൻ്റ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 റീസണെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റ് ഗോളുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് നീഡ് ഹ്യൂജ് എമൗണ്ട്. അതായത് ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ, മാരേജ്, ഇതിനെല്ലാം നമുക്കിപ്പോൾ ലക്ഷങ്ങൾ മതിയായിരിക്കും. പക്ഷേ ഈവൻ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പോലും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇവിടെ ലക്ഷങ്ങൾ മതിയാകില്ല, ഇവിടെ കോടികൾ വേണ്ടിവരും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസൺ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് 25,000 ഇപ്പം നിലവിൽ മാസം വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഒരു 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് ഏകദേശം എത്ര എമൗണ്ട് വേണ്ടി വരും എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കാം. അതായത് ഇപ്പം നമുക്കറിയാം, സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ ചെലവുകൾ ഇപ്പോൾ ഓരോ 10 വർഷം കൂടുന്തോറും നമ്മളെ എക്സ്പെൻസ് മൾട്ടിപ്ലൈ ആകുന്നുണ്ട്. ഇപ്പോൾ താങ്കളൊന്ന് ചിന്തിച്ചാൽ മതി, ഇപ്പം ഇവിടുന്ന് ഇപ്പം നമ്മളിപ്പോൾ 2026 ഇരിക്കുന്നത്. ഇപ്പോൾ 2016 ഈ 25,000 രൂപ നടന്ന ഒരു വ്യക്തിക്ക് അന്ന് ഏകദേശം ഒരു 12,500 ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ സംഭവം ഇന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 25,000 രൂപ വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു 40 വയസ്സാണ് സമയത്ത് ഇത് 50,000 രൂപയായിട്ട് കൂടും. ഇദ്ദേഹത്തിന് 50 വയസ്സാണ് സമയത്ത് ഇത് 1,00,000 രൂപയായിട്ട് കൂടും. ഇദ്ദേഹത്തിന് 60 വയസ്സാണ് സമയത്ത് ഇത് 2,00,000 രൂപയായിട്ട് മാറും. അതായത് ഇന്ന് 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു മാസം 25,000 രൂപ ചെലവുണ്ടെങ്കിൽ അതേ സെയിം സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിന്റെ 60ാമത്തെ വയസ്സിലും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 2,00,000 രൂപയെങ്കിലും പെർ മന്ത് വേണ്ടി വരും. ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ നമുക്കൊരു ബാങ്കിൽ നിന്ന് ഒരു 1,000 രൂപ എല്ലാ മാസവും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ ഒരു 6% റിട്ടേൺ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2,00,000 രൂപയെങ്കിലും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
നമുക്ക് 1000 rupees നമുക്ക് എല്ലാ മാസവും കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ടത്, ഈ ഒരു വ്യക്തിക്ക് വേണ്ടത് 2 ലക്ഷം രൂപ പെർ മന്ത് ആണ്. അപ്പൊ 2 ലക്ഷം രൂപ പെർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഒരു 4 കോടി രൂപയുടെ ഒരു കോർപ്പസ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഒരു മാസം 2 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ കിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ഇപ്പൊ 60 വയസ്സിൽ ഇദ്ദേഹം റിട്ടയർഡായി, അതിനുശേഷം വീണ്ടും ചെലവ് കൂടും. അപ്പൊ ഏറ്റവും മിനിമം ഈ ഒരു വ്യക്തിക്ക്, അതായത് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് 25,000 rupees ആണെങ്കിൽ ഇദ്ദേഹം 60ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു 4 to 5 CR ഒരു റിട്ടയർമെന്റ് കോർപ്പസ് എങ്കിലും കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് റിട്ടയർമെന്റ് എന്നത് ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു ഹയർ എഡ്യൂക്കേഷൻ, മാരേജ്, ഇതിനെല്ലാം ലക്ഷങ്ങൾ മതിയെങ്കിൽ ഇവിടെ കോടികൾ വേണ്ടി വരും. രണ്ടാമതായിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിലെ മറ്റ് ഗോളുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ടൈം ഫ്രെയിമാണ്. ടൈം ഫ്രെയിം ഇപ്പൊ നമുക്കറിയാം, സാധാരണ ഇപ്പൊ ഒരു ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പൊ ഗ്രാജുവേഷൻ പ്ലസ് പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ഒരു 5 to 8 years. അതായത് ഇപ്പൊ സാധാരണ രീതിയിൽ ഡിഗ്രി ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ 3 year ആണ്. ഇപ്പൊ മെഡിസിൻ പോലെയുള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ 5 year വരും. ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു 2 അല്ലെങ്കിൽ 3 year എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു 8 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തീരും. പക്ഷെ ഇന്നിപ്പോ 30 വയസ്സുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ ഇദ്ദേഹം റിട്ടയർഡ് ആവുന്നു, ഇദ്ദേഹം 80 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെങ്കിൽ ഏകദേശം നമ്മളിവിടെ 20 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്തണം. ഇനി 80ാമത്തെ വയസ്സിൽ തന്നെ ഇദ്ദേഹം മരിക്കുന്ന ഒരു ഉറപ്പില്ല. ഇനി സപ്പോസ് 85 വയസ്സ് വരെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവിടെ 5 വർഷം കൂടി, ഇനി 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ വീണ്ടും 5 വർഷം കൂടി, അതായത് 30 വർഷം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ ഒരു വ്യക്തി വന്നു, അദ്ദേഹത്തിന് 40ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് റിട്ടയർമെന്റ് ആണ്. അപ്പൊ 40ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ആണെങ്കിൽ ഇദ്ദേഹം ഇപ്പൊ സപ്പോസ് ഒരു 90 വയസ്സ് വരെ ഇദ്ദേഹം ജീവിക്കുന്നതാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത് ഒരു ഫിക്സഡ് അല്ല, അത് കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. നമുക്ക് ഏകദേശം ഒരു കണക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ എഡ്യൂക്കേഷൻ 8 വർഷം ആണ് നമുക്കൊരു ക്യാഷ് ഫ്ലോ വേണ്ടെങ്കിൽ, ഇപ്പൊ റിട്ടയർമെന്റിന്റെ കേസിൽ വരുന്ന സമയത്ത് ഒരു 20 to 40 years ഒക്കെ വരെ നമുക്ക് അതിന്റെ ക്യാഷ് ഫ്ലോ നമ്മൾ ഉറപ്പുവരുത്തേണ്ടി വരും. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കുട്ടികളുടെ കല്യാണം, അല്ലെന്നുണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേഷൻ, ഇനി ഒരു വീട് വെക്കണം, കാറ് വാങ്ങണം, ഇനി വെക്കേഷൻ പോകണം, ഈവൻ മൊബൈൽ ഫോണ് എടുക്കണമെങ്കിൽ പോലും നമുക്ക് ലോൺ കിട്ടും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് റിട്ടയർമെന്റിന് നമുക്ക് ലോൺ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇനി ലോൺ കിട്ടിയാൽ തന്നെ ഇനി എത്ര നാള് അവർക്ക് തരാൻ പറ്റും? കാരണം ഞാൻ പറഞ്ഞു, ഇത്രത്തോളം കുറെ നാളുകൾ ഇപ്പൊ നമുക്ക് റിട്ടയർമെന്റ് കോർപ്പസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര നാൾ? ഇപ്പൊ നമുക്കിപ്പോ കുട്ടികളുടെ കല്യാണത്തിന് ഇപ്പൊ നമ്മളെ വൈഫിന്റെ വീട്ടുകാരെങ്കിലും സഹായിക്കും. പക്ഷെ നമ്മൾ റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് ആര് സഹായിക്കാൻ വരും? എത്ര നാൾ സഹായിക്കാൻ വരും? അപ്പൊ ഏതിന് നമുക്ക് ഇന്ന് ലോൺ അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് റിട്ടയർമെന്റിന് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏജ് 60 അല്ലെങ്കിൽ 65 അല്ലെങ്കിൽ 55 ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വീക്കായി. പണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ കുട്ടികളുടെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു ടൈമിൽ നമ്മൾ ലോൺ ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഏതെങ്കിലും ഒരു സൊസൈറ്റി പോലെയുള്ള ഏതെങ്കിലും സംഭവത്തിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആര് റീപേയ്മെന്റ് ചെയ്യും? അപ്പൊ ഇതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 3 പ്രധാനപ്പെട്ട റീസൺ ആണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഒന്നാമതായിട്ട് എന്താണ്? ഹ്യൂജ് എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലായി ഇതിന്റെ ടൈം ഫ്രെയിം. സാധാരണ എല്ലാ ഗോളുകളും ഇപ്പോൾ ഒരു 5-8 വർഷം ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 20, 30, 40 വർഷം നമുക്ക് അതിന്റെ ക്യാഷ് ഫ്ലോ വേണ്ടി വരും. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് റിട്ടയർമെന്റിന് നമുക്ക് ലോൺ നമുക്ക് കിട്ടില്ല എന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു സ്റ്റോറിയിലൂടെ ഇപ്പൊ നമ്മൾ ജോസിച്ചന്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെ റിട്ടയർമെന്റ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതിനും മക്കളുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതെ അവർക്കൊരാവശ്യം എന്ന സമയത്ത്, എടാ നിനക്ക് എത്രയാടാ വേണ്ടത്? 1 ലക്ഷം 2 ലക്ഷം, നീ ഇത് കൊണ്ടുപോയിട്ട് നീ ആ കാര്യം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് നമ്മളുടേതായ രീതിയിലുള്ള ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ മസ്റ്റായിട്ട് നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾ റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ താങ്കൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്പിച്ചിട്ട് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.